മൊഡ്യൂൾ 7 ആഫ്റ്റർ 20 ഇയേഴ്സ്. ഹെൻറി എഴുതിയതാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഈ സമ്മറി പറയാം കേട്ടോ. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. ന്യൂയോർക്കിലെ ഒരു തണുത്ത രാത്രിയിൽ ഒരു പോലീസ് ഓഫീസർ തെരുവിലൂടെ നിരീക്ഷണത്തിന് നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. അടച്ചിട്ടിരിക്കുന്ന ഒരു ഹാർഡ്വെയർ കടയുടെ മുന്നിൽ നിൽക്കുന്ന ബോബ് എന്നയാളെ പോലീസുകാരൻ കണ്ടുമുട്ടുകയാണ്. ബോബ് തൻ്റെ പഴയ സുഹൃത്തായ ജിമ്മി വെൽസിയെ കാത്തു നിൽക്കുകയാണ്. ആ കാര്യം അവിടെ വന്ന പോലീസുകാരനോട് അദ്ദേഹം പറയുകയും ചെയ്തു. 20 വർഷം മുമ്പ് താനും ജിമ്മി വെൽസും ഒരു കരാർ ഉണ്ടാക്കിയിരുന്നുവെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിലാണെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും ഇതേ സ്ഥലത്ത് 10 മണിയോടെ കണ്ടുമുട്ടാം എന്നും തീരുമാനിച്ചിരുന്നു. അന്ന് ആ തീരുമാനമെടുത്തതിനു ശേഷം ബോബ് ജോലി ആവശ്യത്തിനായി പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോവുകയും ജിമ്മി ന്യൂയോർക്കിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. കാലങ്ങൾ കഴിഞ്ഞതോടെ അവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ജിമ്മി ആത്മാർത്ഥതയുള്ള സുഹൃത്തായതിനാൽ തന്നെ കാണാൻ തീർച്ചയായും എത്തുമെന്ന് ബോബി പ്രതീക്ഷിച്ചു നിന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ അധികം വൈകാതെ തന്നെ അവിടെ നിന്നും പോകുന്നു. കുറെ കഴിഞ്ഞ് ഒരു വ്യക്തി വരികയും ആദ്യ കാഴ്ചയിൽ തന്നെ അത് താൻ കാത്തുനിന്ന ജിമ്മിയാണെന്ന് ബോബിന് തോന്നി. അവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം നടക്കാൻ തുടങ്ങി. അരണ്ട വെളിച്ചത്തിൽ ഇരുവരുടെയും മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വഴിയിലെ തെരുവു വിളക്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ളത് ജിമ്മി അല്ലെന്ന് ബോബ് തിരിച്ചറിയുന്നു. കൂടെയുള്ളയാൾ സിവിൽ വേഷത്തിലുള്ള ഒരു പോലീസാണെന്നും ബോബ് സിൽക്കി ബോബ് എന്ന കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നും പറയുന്നു. അറസ്റ്റിലാകുന്നതിന് മുമ്പ് ബോബ് ഒരു കുറിപ്പ് വായിക്കുന്നു. അത് ജിമ്മി എഴുതിയതായിരുന്നു. ജിമ്മി പറഞ്ഞ സമയത്തു തന്നെ എത്തിയിരുന്നു എന്നും താൻ കാണാൻ വന്ന സുഹൃത്ത് കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞതിനാലും അറസ്റ്റ് ചെയ്യാനുള്ള മടി കൊണ്ടുമാണ് മറ്റൊരു പോലീസുകാരനെ അയക്കുന്നത് എന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ലെറ്റർ ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിപ്പോൾ ആ കഥയിൽ ആകെ മെയിനായിട്ട് വരുന്ന 2 ക്യാരക്ടേഴ്സ് മാത്രമാണ്. ജിമ്മി എന്ന് പറയുന്ന ക്യാരക്ടറും ബോബ് എന്ന് പറയുന്ന വ്യക്തിയും. അങ്ങനെ 2 പേരാണ് അതിൽ വരുന്നത്. 2 പേരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും അതിൻ്റെ അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ആ ഒരു കഥയിൽ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വേർഡ്സുകളുണ്ട്. അതൊന്ന് ഒരു ബിസിനസ് മാൻ, ഒരു പോലീസ്മാൻ, പിന്നെ പേരുകൾ മനസ്സിലാക്കേണ്ടത് ജിമ്മി ആൻഡ് ബോബ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാൻ. ഡിസ്ക്രൈബ് ദ പോലീസ്മാൻസ് പെട്രോൾ റുട്ടീൻ. എങ്ങനെയാണ് പോലീസ്മാൻ്റെ പെട്രോളിംഗ് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ വേറൊരു ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഹൗ ഡസ് ദ ഓദർ ക്യാരക്ടറൈസ് ദ പോലീസ്മാൻ. ഓദർ എങ്ങനെയാണ് നമ്മുടെ പോലീസ്മാനെ ക്യാരക്ടറൈസ് ചെയ്തതെന്നും. ഇതിന് രണ്ടിൻ്റെ ആൻസർ ഏകദേശം ഒരേപോലെയാണ് വരും. നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് പറയുന്നത് എങ്ങനെയാണ് പെട്രോൾ റുട്ടീൻ എങ്ങനെയാണെന്നാണ്. എങ്ങനെയാണ് ഏറ്റവും വളരെ അടുത്തുള്ള ആ ഒരു അവന്യൂവിലൂടെ നടന്നു പോവുകയാണ് നമ്മുടെ പോലീസ്മാൻ അല്ലേ. എന്നിട്ടോ എല്ലാ ഡോറുകളും, അതായത് ലോക്ക് ചെയ്തിട്ടുള്ള ഡോറുകളാണെങ്കിലും ശരി, എല്ലാം ഒന്ന് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് അതിലേക്കൂടെ പോകുന്നത്. പിന്നെയോ അദ്ദേഹത്തിൽ കാണുന്ന ആ ഒരു വിജിലൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം, അതായത് സൂക്ഷ്മബുദ്ധി അല്ലെങ്കിൽ കൂർമ്മമായിട്ട് എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ നോക്കിക്കാണുന്ന രീതി, അത് അന്നും പ്രകടമായിരുന്നു. ശാന്തമായ തെരുവിലൂടെ ഇടയ്ക്കിടെയുള്ള നോട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പതിവ് ജാഗ്രത നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ സമയം ഏറെ വൈകിയതുകൊണ്ടും പിന്നെ മോശം കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അധികാരപരമായിട്ടുള്ള ഈ ഒരു നടത്തവും സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ഈ ഒരു നിരീക്ഷണമെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് ഓദറിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കാം അല്ലേ. അതിൻ്റെയും ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറും ഇത് തന്നെയാണ് വരും. എന്താണ്, അതായത് വളരെ വിജിലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് ഈ ഒരു കഥയിലൂടെ നമ്മുടെ ഓദർ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നത്. ഓരോ കാര്യങ്ങളും സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അതിനെ എത്രത്തോളം ആ ഒരു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ എത്രത്തോളം ഇംപ്രസീവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഓദർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡു ദ മാൻ വെയിറ്റ്. എവിടെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ എ ഡാർക്ക് ആൻഡ് ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ മുമ്പിൽ അല്ലേ. പിന്നെ വാട്ട് ഈസ് ദ മാൻ ഡൂയിങ്. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്, സ്മോക്കിംഗ് എ സിഗാർ. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. വെൻ വാസ് ദ റെസ്റ്റോറൻറ്റ് ടോൺ ഡൗൺ. എപ്പോഴായിരുന്നു റെസ്റ്റോറൻറ്റ് ഇല്ലാതെയായത് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയത്? എപ്പോഴായിരുന്നു? 5 വർഷം മുന്നേ ആയിരുന്നു അല്ലേ. പിന്നെയോ ഡിസ്ക്രൈബ് ദ മാൻസ് അപ്പിയറൻസ്. ആ ഒരു ആളുടെ വേഷം എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു? പെയിലായിട്ട്, അതായത് വളരെ വിളറിയിട്ട്, പിന്നെ സ്ക്വയർ ജോവ്ഡ്, അങ്ങനെ പറഞ്ഞാൽ എന്താ, ചതുരാകൃതിയിലുള്ള ഒരു താടിയെല്ലുകളോട് കൂടിയിട്ട്, വിത്ത് എ വൈറ്റ് സ്കാർ, ഒരു വൈറ്റ് സ്കാർ കൂടി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ജിമ്മി വെൽസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? അദ്ദേഹം ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു അല്ലേ. പിന്നെയോ വൈ ഡിഡ് ദേ സെപ്പറേറ്റ്. അവരെന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയി പോയത്? കാരണം എന്തായിരുന്നു? ഹി ലെഫ്റ്റ് ഫോർ ദി വെസ്റ്റ്. നമ്മൾ ആ കഥയിൽ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ അവരുടെ എഗ്രിമെൻറ്റ് എന്തായിരുന്നു? മീറ്റ് അഗെയിൻ ഇൻ 20 ഇയേഴ്സ്. 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും മീറ്റ് ചെയ്യണം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പ്രോംപ്റ്റ്സ് ദ പോലീസ്മാൻ ടു അപ്രോച്ച് ദ മാൻ ഇൻ ദ ഡോർവേ. ഡോർവേയുടെ മുമ്പിൽ പോലീസ്മാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന്.
നമുക്കറിയാം ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ സംശയാസ്പദമായ രീതിയിലായിരിക്കും നോക്കിക്കാണുക അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോർ ഫ്രണ്ടിൻ്റെ അടുത്ത് കുറേ മണിക്കൂറുകളായിട്ട് ആ ഒരു ഇരുട്ടിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ സംശയാസ്പദമായ രീതിയിൽ തന്നെയാണ് തൻ്റെ നൈറ്റ് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആ ഒരു പോലീസുകാരൻ ഈ ഒരു വ്യക്തിയെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടുള്ള ആ ഒരു നിൽപ്പും എല്ലാം കണ്ടപ്പം ഇദ്ദേഹത്തിന് തോന്നി ഇത് ശരിക്കും ഈ ഒരു നിൽപ്പ് നന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊരു ശരിയായിട്ടുള്ളൊരു പോക്കല്ലല്ലോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് തൻ്റെ കുറ്റവാളിയുടെ ഒരു മനോഭാവത്തോടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ കാണുന്ന മനോഭാവത്തോടു കൂടിയാണ് വളരെ സംശയാസ്പദമായ രീതിയിലാണ് പോലീസുകാരൻ ആ ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ മാൻ ഇമീഡിയറ്റ്ലി ട്രൈ ടു എലിവേറ്റ് ദ പോലീസ്മാൻസ് കൺസേൺ? പോലീസുകാരൻ്റെ ആശങ്കകൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? അപ്പോൾ അവിടെ കാത്തു നിന്ന് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 20 വർഷം കഴിഞ്ഞിട്ട് നമുക്കിവിടെ വന്ന് കാണണമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയുടെ പേരിലാണ് ഞങ്ങൾ ഈ ഒരു കടയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രോമിസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ഇവിടെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ഞാൻ വന്ന് നിൽക്കുകയാണെന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ആ കാര്യങ്ങളെല്ലാം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ ഡീറ്റെയിൽസ് ആർ റിവീൽഡ് വെൻ ദ man lights his cigar? എന്താ അവിടെ ചോദ്യം പറയുന്നത്? മനുഷ്യൻ, അതായത് ഒരു വ്യക്തി ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ചുരുട്ട് എന്ന് പറയുന്നത് കത്തിക്കുമ്പോൾ എന്തൊക്കെ ഫിസിക്കലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ വിളറിയ ചതുരാകൃതിയിലുള്ള താടിയെല്ലുള്ള മുഖമാണ്. അതിൻ്റെ ഇടയിൽ കണ്ണുകളും പിരികത്തിൻ്റെ സമീപം ഒരു പ്രത്യേക വെളുത്ത വടവും കാണാനുണ്ട് എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? നമ്മുടെ പോലീസുകാരൻ. പിന്നെ അസാധാരണമായി സജ്ജീകരിച്ച അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് സ്കാർപ്പിൻ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ സംശയാസ്പദമായ അഭിരുചി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വിശകലനങ്ങളെല്ലാം നടത്തിയപ്പോഴും എന്തോ താൻ അന്വേഷിക്കുന്ന ഏതോ ഒരു കുറ്റവാളിയെയാണോ തൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്ന ഒരു തോന്നൽ നമ്മുടെ പോലീസുകാരന് ഉണ്ടായി. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ജിമ്മി വെൽസ്? ജിമ്മി വെല്ലും മാനുമായിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റ് എന്തായിരുന്നു എന്നാണ്. എന്താണ്? 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും അവരുടെ ജീവിത സാഹചര്യങ്ങളും പരിഗണിക്കാതെ ഈ സ്ഥലത്ത് വീണ്ടും താമസിക്കുമെന്ന് പ്രതിജ്ഞയാണ് അവരെടുത്തിരുന്നത്. അവരെടുത്ത പ്രതിജ്ഞ ഇനിയും ഒരു 20 വർഷങ്ങൾ കഴിഞ്ഞ് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ക്യാരക്ടേഴ്സ് എന്നും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും തങ്ങൾ ബിഹേവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും തങ്ങൾ ബിഹേവ് ചെയ്യുക എന്നെല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷയും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാണ് അപ്പോൾ അവരന്ന് വെച്ചിരുന്ന ഒരു കരാറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈം ഡിഡ് ദേ ഒറിജിനലി പാർട്ട്? എപ്പോഴായിരുന്നു അവർ ഒറിജിനലായിട്ടും ഇങ്ങനെ വേർപ്പെടുന്നത്? എപ്പോഴായിരുന്നു? എക്സാക്ട്ലി 10 o'clock. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോലീസ്മാൻ എക്സസ് ദ മാൻസ് സക്സസ്? എങ്ങനെയാണ് എക്സസ് ചെയ്തിരിക്കുന്നത്? ഹി അസ്യൂംസ് ഹി ഡിഡ് വെൽ ഔട്ട് വെസ്റ്റ്. അവന് എന്താണ്, പുറത്ത് പോയിട്ട് വളരെ നല്ല ഒരാളായിട്ട് വന്നു എന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ റിച്ച് ആയിട്ട് വന്നു എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ മാൻ ഡിസ്ക്രൈബ് ജിമ്മീസ് വർക്ക് എത്തിക്? എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആസ് എ സ്റ്റഡി ബട്ട് സ്ലോ മൂവിങ് പ്ലോഡർ ആണെന്നാണ് ആര് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ജിമ്മിയുടെ വർക്കിനെ കുറിച്ചിട്ട് മാൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ വെയിറ്റിംഗ് മാൻ ക്യാരക്ടറൈസ് ഹിസ് ഫ്രണ്ട് ജിമ്മി വെൽസ്? എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ട്? ഹി ഡിസ്ക്രൈബ്സ് ജിമ്മി ആസ് റിലയബിൾ ബട്ട് കൺവെൻഷനലി എ പ്ലോഡർ ഹു പ്രിഫേർഡ് ന്യൂയോർക്സ് സ്റ്റെബിലിറ്റി. എന്താ പറയുന്നത്? ജിമ്മി ഒരു വിശ്വസ്തനാണെന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെയോ അതേപോലെ തന്നെ എന്താ പറയുന്നത്? അതേപോലെ തന്നെ ന്യൂയോർക്കിൻ്റെ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നും, അതേപോലെ ഈ ജിമ്മി എന്ന് പറയുന്ന വ്യക്തി അന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ അനുസരിക്കാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു പോലീസുകാരന് വളരെയധികം സന്തോഷവും അദ്ദേഹത്തിനെ ഓർത്തിട്ട് ജിമ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് ഉള്ളിലൊരു ഉറപ്പ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ജിമ്മിനെ കുറിച്ചിട്ട് ഒരു സന്തോഷവും മതിപ്പും എല്ലാം വരികയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോലീസ്മാൻസ് ഡിപ്പാർച്ചർ അഫക്റ്റ് ദ സീൻസ് ടെൻഷൻ? എങ്ങനെയാണ് അവിടെ നിന്നും പോലീസുകാരൻ പോകുമ്പോൾ ആ ഒരു സീനിനെ അവിടെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാലേ ആ പോലീസുകാരൻ എന്താണ് അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നേരമാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അത് എന്താണ് പിന്നെ വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് എന്താണ് ആ ഒരു പോക്കിനെ എന്താണെന്നാണ് ഇവിടുന്ന് നമ്മുടെ ഓതർ പറയുന്നത്. എന്താണ്? ജിമ്മി പുറത്തേക്ക് പോകുന്നത് കണ്ട് ആ കാത്തു നിൽക്കുന്ന ആളെ അത് കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്തിനാണ് ഇദ്ദേഹം പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ തൻ്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണോ എന്നെല്ലാം ചിന്തിക്കുകയാണ്. പക്ഷേ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു പോലീസ് ഓഫീസർ മടങ്ങി പോകുന്നത് കാണുമ്പോൾ താൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ ഇപ്പോൾ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആ വ്യക്തി അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പോലീസുകാരനെയാണ് താങ്കൾ ഞാൻ ഇത്ര നേരവും വെയിറ്റ് ചെയ്ത് നിന്നത് എന്നത് ആ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ട്വിസ്റ്റിനെ കുറിച്ചെല്ലാമാണ് ഇവിടെ പറയുന്നത്.
ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ തന്നെ കൂടുതലും ആശ്ചര്യപ്പെടുത്തുന്നതാണ് അല്ലേ. കാരണം ആ ഒരു വ്യക്തി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത് ഇത്രയും നേരം അവർ ആൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ഒരു പോലീസുകാരൻ തന്നെയാണ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ വേഷം മാറി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ഒരു ബോബ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എത്തുന്നതും എല്ലാം വളരെ ഒരു എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്ന പോലെയാണല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പേജ് നമ്പർ 103, 15th ക്വസ്റ്റ്യൻ കേട്ടോ. ഹൗ ഡസ് ജിമ്മി നോട്ട് എക്സ്പ്ലെയിൻ ഹിസ് മോറൽ കോൺഫ്ലിക്റ്റ്? അതായത് ജിമ്മി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒരു കുറിപ്പ് അവിടെ എഴുതി വെക്കുന്നുണ്ട് അല്ലേ. അതിലുള്ള ധാർമ്മികത, അതിന് മോറൽ വാല്യൂസ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് ശരിക്കും ജിമ്മി എന്ന് പറയുന്ന പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടുമുട്ടിയത് ആരെയാണ്, ഒരു കുറ്റവാളിയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം, ആ കുറ്റവാളി എന്നതിനേക്കാൾ അപ്പുറം അത് തൻ്റെ ഫ്രണ്ടാണ് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ പോലീസ് ഓഫീസർ എന്ന നിലയിൽ തൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ താൻ ചെയ്യാനുള്ള ഡ്യൂട്ടി തനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതൊരു തൻ്റെ ഉറ്റ സുഹൃത്ത്, അതായത് തന്നെ പ്രതീക്ഷിച്ച് വർഷങ്ങൾ കഴിഞ്ഞും തന്നെ പ്രതീക്ഷിച്ച് വന്ന തൻ്റെ സുഹൃത്തിനെ എങ്ങനെ താൻ പിടിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കുറ്റവാളിയായിട്ട് എങ്ങനെ വിലങ്ങഴിക്കും എന്ന ആ ഒരു കുറ്റബോധം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഫ്രണ്ടാണ് എന്നതിനാൽ തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചത്. കാരണം ഞാൻ നിന്നെ കണ്ടു, പക്ഷേ ഞാൻ കാണുന്ന നീ എങ്ങനെയാണ് ഒരു കുറ്റവാളിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിക്കാതെ ഞാൻ വേറൊരു പോലീസുകാരനെ അല്ലെങ്കിൽ വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ജിമ്മി എന്ന് പറയുന്ന പോലീസുകാരൻ ശരിക്കും എന്താ പറയേണ്ടത്, ഒരു സുഹൃത്ത് ബന്ധവും അതേപോലെ തന്നെ തൻ്റെ ഡ്യൂട്ടിയും എല്ലാം രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ. അത് സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന് ഒരുവിധം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി എല്ലാം ആ സമ്മറി മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം.